എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു ദിനം നേരുകയാണ്. ക്രിസ്മസ് ദിനമാണ് അല്ലെ? ഐശ്വര്യമായിട്ട് വരുന്ന ക്രിസ്മസ് നാളുകൾ, ഇനി വരുന്ന നാളുകളിൽ നല്ലൊരു ശുഭവാർത്തകൾ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ കുടുംബത്തിലേക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം കുറെ നാളുകൊണ്ട് അധ്വാനിക്കുന്നു അല്ലെ? കുറെ നാളുകൊണ്ട് അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കടമകൾ ചെയ്യുന്നു. അപ്പൊ അതിൽ ഒരു ഫലം കാണുന്ന ഇനി LGS, LDC, യൂണിവേഴ്സിറ്റി LGS, അതുപോലെ എക്സൈസ്, കുറെ പരീക്ഷകൾ ഈ വരുന്ന വർഷങ്ങളിൽ നിങ്ങളുടെ മുമ്പിലേക്കുണ്ട്. ലാബ് അസിസ്റ്റന്റ്. അപ്പൊ അതെല്ലാം നല്ല രീതിയിൽ ആഗ്രഹിച്ചവര്, മത്സരിച്ച് പഠിച്ചവർക്കൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ക്രിസ്മസ് നാളുകൾ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വരാതെ പഠിക്കാനുള്ളതെല്ലാം പഠിച്ച് നിങ്ങളുടെ അച്ഛനമ്മമാരുടെ സന്തോഷങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ഒത്തിരി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിൽ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നല്ലൊരു ക്രിസ്മസ് ദിനം നേരുകയാണ്. പഠിക്കുക, പ്രാർത്ഥിക്കുക. വേറെ ഒന്നും നോക്കണ്ട. ഒരു ജോലി കിട്ടുന്നത് വരെ പഠിക്കുക. വലിയ ശമ്പളമുള്ള ജോലിയാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എന്നാലും നിങ്ങളുടെ മനസ്സിലേക്ക് ആഗ്രഹിച്ച ഒരു സേഫ് സോണിൽ എത്തുന്ന ഒരു ജോലിയിലേക്ക് നിങ്ങൾ വരാൻ പോവുകയാണ് അല്ലെ? കുറെ പേര് ആ ജോലി കിട്ടും, കുറെ പേര് ഔട്ട് ആവും, പിന്നെ അവര് കുറെ പേര് അടുത്തത് ശ്രമിച്ച് അടുത്തത് കിട്ടും, ചിലവര് പിന്മാറും. അപ്പൊ അതിൽ നിങ്ങൾ ആരാകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. വീട്ടില് മുമ്പിലോട്ട് വരുന്ന കുറെ ബുദ്ധിമുട്ടുകൾ, ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനൊക്കെ ഇരിക്കുകയാണെങ്കിലും ഇപ്പൊ കുറെ ആൾ കഴിയുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങൾ കാരണം പഠിത്തം മുടങ്ങും, പഠിത്തം സ്ലോയിലാവും, പ്രശ്നങ്ങൾ വരും, പിന്നെ ജോലിക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർ കാണും, പിന്നെ പരീക്ഷ അടുക്കുന്ന സമയത്ത് അന്നേരം ഒരു വെപ്രാളം കാണും. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഓരോരുത്തരോടും പറയുക, ആവശ്യകതക്കാരനാണെങ്കിൽ പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്യുക. കേൾക്കുന്നതെല്ലാം ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ അങ്ങ് കളഞ്ഞാൽ മതി. നിങ്ങളുടെ മുമ്പിലേക്ക് ഇനി ഒത്തിരി കാര്യങ്ങൾ കയറി വരും. കാരണം വയസ്സുകൾ കൂടുന്നുണ്ട്, പിന്നെ കുറെ നാളെ എടുക്കുന്നു, പഠിച്ച് ഇനി എന്ന് പരീക്ഷ, ഏത് സമയത്ത് റിസൾട്ട് ഇടും, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെ തന്നെ നെഗറ്റീവ് ആക്കാൻ നിങ്ങളുടെ ബ്രെയിനിൽ തന്നെ കുറെ നെഗറ്റീവ് ശക്തികൾ വരും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ നാട്ടുകാര്, വീട്ടുകാര്, ബന്ധുക്കള്, ഇതെല്ലാം നെഗറ്റീവ് ശക്തികളായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും പതറരുത്. കാരണം നിങ്ങളെ പ്രതീക്ഷിച്ച ജോലിയാണ്, നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു ജോലിയാണ്, നല്ലൊരു പോസ്റ്റുകളാണ് ഇനി വരാൻ പോകുന്നത് അല്ലെ? അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കയറുന്ന നിങ്ങൾ കണ്ടില്ലേ? എല്ലാവരും LGSും LDCയിലും ഒക്കെ ജോലി ചെയ്യുന്നവരൊക്കെ കണ്ടില്ലേ? ശമ്പളം കുറവ് എന്നതല്ല, പക്ഷെ അവർക്ക് അവരുടെ മനസ്സിൽ ഞാൻ ഗവൺമെന്റ് ജോലിക്കാരനായല്ലോ എന്നുള്ളൊരു മനസ്ഥിതി അവർക്കുണ്ട്. അപ്പൊ അവരോടൊക്കെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ആ ഒരു രീതിയിലേക്ക് വന്നാൽ മതി. തീർച്ചയായിട്ടും കിട്ടുക. ഞങ്ങളെ കൊണ്ടുള്ള പ്രാർത്ഥനകൾ എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കും. എവിടെയായാലും ഞങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. മാക്സിമം റിവിഷൻ, ഇന്ന് ഇയർ എൻഡ് ചലഞ്ച്, ഒരു വർഷത്തിലെ അവസാനത്തെ ഞങ്ങളുടെ ചലഞ്ചുകൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരണമെന്ന് പറഞ്ഞായിരുന്നു. തീർച്ചയായിട്ടും അത് സന്തോഷത്തോടെ ഏറ്റെടുത്തു. കുറച്ച് എക്കണോമിക്സിലെ സ്കൂൾ ടെസ്റ്റ് ആണ്. ഞാൻ 3ാം ക്ലാസ് 4ാം ചാപ്റ്ററും 5ാമത്തെ ചാപ്റ്ററും ഇപ്പോഴത്തെ ഫയർമാൻ പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ഒരു ടൈപ്പിലെ കുറച്ച് ചോദ്യങ്ങളൊന്ന് എഴുതി കൊണ്ടുവന്നതേ ഉള്ളൂ. നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു വർഷമാകട്ടെ ഈ ഒരു ക്രിസ്മസ് നാളുകൾ. സന്തോഷത്തോടെ ഇരിക്കട്ടെ. എല്ലാ ആൾക്കാർക്കും എൻ്റെ നല്ലൊരു ക്രിസ്മസ് ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. അപ്പൊ വാശിയോടുകൂടി പഠിക്കുക. വേറെ ഒന്നും നോക്കണ്ട. ആവശ്യം നിങ്ങളുടെ ഇതുപോലെ പഠിച്ചവരാണ് ഈ ജോലി കയറിയിരിക്കുന്നതെല്ലാം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഒത്തിരി ചിന്തകൾ വരികയാണെങ്കിൽ അവിടെ ഇരിക്കത്തതേ ഉള്ളൂ. നിങ്ങളെല്ലാം മറച്ചു വെച്ചേ. കൂട്ടുകാരനെയും കൂട്ടുകാരികളെയും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം ആവശ്യത്തിന് ഉപയോഗിച്ച് പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങളൊന്നും എഴുതിയിരിക്കുന്നത് നോക്കെ. സന്തുലിത വരുമാനത്തിന്റെ തോത് നിർണ്ണയിക്കുന്നത് ആര് എന്ന് പറയുന്നത്. സന്തുലിത വരുമാനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരേപോലെ കൊണ്ടുപോകുന്ന വരുമാനം. അതിന്റെ തോത് നിശ്ചയിച്ചിരിക്കുന്നത് ആര്? മൊത്തം ചോദനവും മൊത്തം പ്രധാനം. എക്കണോമിക്സ് പഠിച്ചവർക്ക് അറിയാം, ഈ സപ്ലൈയും ഡിമാൻഡും എന്നൊക്കെ പറയുന്നത്. അഗ്രഗേറ്റഡ് ഡിമാൻഡ്, അഗ്രഗേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. എന്നാലും നിങ്ങൾ ഇത് പഠിക്കുക. ഇതിൽ ഇങ്ങനെയുള്ള ടൈപ്പുകൾ കയറി വരുന്നത് കൊണ്ടാണ് കേട്ടോ. സന്തുലിത വരുമാനത്തിന്റെ തോത് നിർണ്ണയിക്കുന്നത് ആരാണ്? മൊത്തം ചോദനവും മൊത്തം പ്രധാനവും എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പം എക്കണോമിക്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും. മൊത്തം ചോദനം എന്തിന്റെയൊക്കെ സംഗ്രഹമാണ്? അടുത്ത ഒരു ചോദ്യമായിട്ട് അവർ വരുന്നത്. ഇതൊക്കെ ഈ ഒരു ടൈപ്പാണ് ഇപ്പൊ വരുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഫയർമാന്റെ പരീക്ഷയുടെ ചോദ്യപേപ്പർ കണ്ടില്ല? ഇങ്ങനെ ഒരു ചോദ്യമാണ് എക്കണോമിക്സ് കണ്ടത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആ ഭാഗങ്ങളിൽ ഓരോ ചാപ്റ്റർ അനുസരിച്ച് വരുന്ന എല്ലാം അങ്ങ് എഴുതി തരാം. വരുന്നെങ്കിൽ വരട്ടെ. നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോ ഈ ഒരു ടൈപ്പാണ് എക്കണോമിക്സിൽ അധ്യാപകർ ഇടുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു GK ആയിട്ടൊക്കെ പറയാനേ പറ്റുന്നില്ല. എന്നാലും നമുക്കിപ്പോ അവർ ഇട്ട സ്ഥിതിക്ക് നമുക്ക് കണ്ടെത്തി അത് പഠിച്ചല്ലേ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത മൊത്തം ചോദനം, അഗ്രഗേറ്റഡ് ഡിമാൻഡ് എന്തിന്റെയൊക്കെ സംഗ്രഹമാണെന്ന്? ഉപഭോഗത്തിന്റെയും നിക്ഷേപത്തിന്റെയും സംഗ്രഹമാണ്. അപ്പൊ സന്തുലിത വരുമാനത്തിന്റെ തോത് നിർണ്ണയിക്കുന്നത് ആരൊക്കെയാണ്? മൊത്തം ചോദനവും മൊത്തം പ്രധാനവും. മൊത്തം ചോദനം എന്തിന്റെയൊക്കെ സംഗ്രഹമാണ്? ഉപഭോഗത്തിന്റെയും നിക്ഷേപത്തിന്റെയും സംഗ്രഹമാണ്. മൊത്തം ചോദനം എന്ന് പറയുന്നത് എന്താണ്? ചോദനം എന്ന് പറയുന്നത് എന്താണെന്ന്? വരുമാനവുമായി ക്രിയാത്മകമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ. വരുമാനവുമായി ക്രിയാത്മകമായി ബന്ധപ്പെട്ടതാണ് മൊത്തം ചോദനം. ഒരു അക്കൗണ്ടിംഗ് വർഷത്തിലെ ആസൂത്രിത സമ്പാദ്യം എന്ന് വിളിക്കുന്നത് എക്സാന്റേ സമ്പാദ്യം എന്നാണ്. ആസൂത്രണം, നേരത്തെ മുൻകൂട്ടി ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറയുന്ന സമ്പാദ്യമാണ് എക്സ്
ആൻഡേ സമ്പാദ്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് വർഷത്തിലെ ആസൂത്രിത സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്താ, ഈ വർഷം ഇനി എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടത്, ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇത്ര രൂപ എന്തിനൊക്കെ മാറ്റിവെക്കണം എന്നുള്ളതാണ്. അപ്പൊ എക്സ് ആൻഡേ സമ്പാദ്യം എക്കണോമിക്സിലെ ഒരു പദമാണ്, പഠിച്ചു വെച്ചിരിക്കുക. ഒരു അക്കൗണ്ട് വർഷത്തിലെ അക്കൗണ്ടിങ് എക്കണോമിക്സ് സാറുമാര് കേട്ടാൽ തന്നെ കൊല്ലുക, എന്താ അത് ഡീറ്റെയിൽ പറയാത്തതെന്ന് പറഞ്ഞാൽ അത്രയും എനിക്ക് ഡീറ്റെയിൽ പറയാനില്ല. സാറുമാര് നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട് എക്കണോമിക്സ്. ഞാനിപ്പോ ഷോർട്ട് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ടൈപ്പ് ഒരു GK ആയിട്ട് നിങ്ങൾക്ക് എഴുതി തന്നേ ഉള്ളൂ. അക്കൗണ്ട് വർഷത്തിലെ ആസൂത്രിത സമ്പാദ്യം ഏതാണ്? എക്സ് ആൻഡേ സമ്പാദ്യം. ഉപഭോഗം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കെ. ഉപഭോഗം വരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. എപ്പോഴും കൺസംഷൻ എന്ന് പറയുന്നത് ആ വരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. നല്ലൊരു GK ആയിട്ട് എടുക്കാം. മോണിറ്ററി അതോറിറ്റി, അതായത് ധനനയത്തിന്റെ മൊത്തം ബാധ്യത അറിയപ്പെടുന്നതാണ് ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. ധനനയത്തിന്റെ മൊത്തം ബാധ്യത എന്തെന്നറിയപ്പെടുന്നത് ഹൈ പവേർഡ് മണി എന്നറിയപ്പെടുന്നുണ്ട്. അടുത്തത്, പണത്തിന്റെ ചോദനം എന്തിന്റെ എല്ലാം അടിസ്ഥാനത്താണ്? 3 കാര്യങ്ങളാണ് പണത്തിന്റെ ചോദനം അടങ്ങിയിരിക്കുന്നത്. ഒന്ന് കൈമാറ്റ പ്രേരകമായിട്ടും, ഒന്ന് മുൻകരുതൽ പ്രേരകമായിട്ടും, 3 ഊഹ കച്ചവടം. ഗസ് ചെയ്യാലോ അല്ലെ? പണത്തിന്റെ ചോദനം 3 രീതിയിലാണ്. ഒന്ന് കൈമാറ്റ പ്രേരകം, 2 മുൻകരുതൽ പ്രേരകം, 3 ഊഹ കച്ചവട പ്രേരകമാണ് പണത്തിന്റെ ചോദനം എന്ന് വിളിക്കുന്നത്. കൈമാറ്റ പ്രേരകം, മുൻകരുതൽ പ്രേരകം, ഊഹ കച്ചവട പ്രേരകമാണ്, 3 എണ്ണമാണ്. പണത്തിന്റെ പ്രധാനം എന്തിനെയെല്ലാം ഉൾക്കൊള്ളിക്കുന്നു എന്ന് വെച്ചാൽ മോണിറ്ററി അതോറിറ്റി, അതായത് ധനനയം നൽകുന്ന കറൻസി നോട്ടുകളും നാണയങ്ങളുമാണ് ഉൾക്കൊള്ളുന്നത്. പണത്തിന്റെ പ്രധാനം എന്തിനെയെല്ലാം ഉൾക്കൊള്ളുന്നത്? മോണിറ്ററി അതോറിറ്റി നൽകുന്ന കറൻസി നോട്ടുകളും നാണയങ്ങളെയുമാണ് ഉൾക്കൊള്ളുന്നത്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന വ്യവസ്ഥയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ പണ്ടേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ചക്കയ്ക്ക് പകരം ചക്ക, മാങ്ങയ്ക്ക് പകരം മാങ്ങ, അല്ലെങ്കിൽ വേറൊരു സാധനം എന്ന് പറയുന്നത്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന സമ്പ്രദായം ഏതാ? ബാർട്ടർ സമ്പ്രദായം എന്ന് വിളിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. ഒരു ബജറ്റ് എന്ന് പറയുന്ന അടുത്തൊരു ചാപ്റ്ററിലെ കൊച്ചു ക്വസ്റ്റ്യൻ, ഘടകം ആരൊക്കെയാണെന്ന്. ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഘടകങ്ങൾ വരും? ഒന്ന്, ബജറ്റിന്റെ ചെലവും വരും, ബജറ്റിന്റെ വരുമാനവും വരും. അപ്പൊ ഒരു ബജറ്റിന്റെ ഘടകങ്ങൾ ആരൊക്കെയാണ്? ഒരു ബജറ്റിന്റെ ചെലവും ബജറ്റിന്റെ വരുമാനവും വരും. ഒരു ഗവൺമെന്റിന്റെ ആസ്തികൾ ഉണ്ടാക്കി നൽകാത്ത ചെലവുകളാണ് റവന്യൂ ചെലവുകൾ എന്ന് വിളിക്കുന്നത് അല്ലെ? റവന്യൂ ചെലവുകൾ എന്ന് വിളിക്കുന്നത്. സന്തുലിത ബജറ്റിന്റെ വരുമാനം എന്ന് പറയുന്നത്, സന്തുലിത ബജറ്റിൽ വരുമാനം ഈസ് ഈക്വൽ ടു ചെലവായിരിക്കും. സന്തുലിത ബജറ്റിൽ ആരൊക്കെയായിരിക്കും? ഇവിടെ വരുമാനവും ചെലവും ഒരേപോലെ കൊണ്ടുപോകണം. അപ്പൊ ഗവൺമെന്റ് ആസ്തികൾ ഉണ്ടാക്കി നൽകാത്ത ചെലവുകൾ ഏതാണ്? റവന്യൂ ചെലവ്. സന്തുലിത ബജറ്റ് എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണ്? വരുമാനവും ചെലവും ഒരേപോലെ ചേരുന്നതാണ്. ഗവൺമെന്റ് പുതിയതായിട്ട് ഒരു അണക്കെട്ട് നിർമ്മിച്ചാൽ അത് ഏത് തരം ചെലവിൽ ഉൾപ്പെടണം? സ്കൂൾ ടെസ്റ്റിൽ കിടക്കുന്ന ഒരു GK പോലെ മൂലധന ചെലവിലാണ് അത് ഉൾപ്പെടുത്തേണ്ടത്. ഗവൺമെന്റ് പുതിയതായിട്ട് ഒരു അണക്കെട്ട് നിർമ്മിച്ചാൽ അത് ഏത് തരം ചെലവിൽ ഉൾപ്പെടുന്നു? മൂലധന ചെലവിലാണ് വരേണ്ടത്, ക്യാപിറ്റൽ. ഓഹരി വിറ്റഴിക്കൽ അതും മൂലധന വരവിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓഹരി വിറ്റഴിക്കൽ എന്തിന് ഉദാഹരണമായിട്ട് പറയാം? മൂലധന വരവ്. അപ്പൊ ഗവൺമെന്റ് പുതിയതായിട്ട് ഒരു അണക്കെട്ട് നിർമ്മിച്ചാൽ അത് ഏത് തരം ചെലവിൽ ഉൾപ്പെടുന്നു? മൂലധന ചെലവ്. ഓഹരി വിറ്റഴിക്കൽ എന്തിന് ഉദാഹരണമായിട്ട് വരാം? മൂലധന വരവില് ഉൾപ്പെടുന്നു. അടുത്തത്, ഗവൺമെന്റ് വ്യക്തികളും ഉൽപാദകർക്കും മേൽ ചുമത്തുന്ന നികുതി അടവുകളെയാണ് നികുതി എന്ന് വിളിക്കുന്നത്. മേൽ ചുമത്തുന്ന നിർബന്ധിത അടവുകൾ. ഗവൺമെന്റ് വ്യക്തികൾക്കും ഉൽപാദകർക്കും മേൽ ചുമത്തുന്ന നിർബന്ധിത അടവിനെ എന്ത് വിളിക്കാം? നികുതി എന്ന് വിളിക്കാം. ഒരു 15 ചോദ്യം ഞാൻ ഇപ്പൊ എഴുതിയോളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതുപോലെ കൊച്ചു 15 ചോദ്യം എക്കണോമിക്സിൽ നിന്ന് എഴുതാം. അടുത്ത ഓക്കെ, ഇത് +2 ചാപ്റ്ററിലെ 2 ക്വസ്റ്റ്യനുകളാണ്. 1857 കലാപത്തിൽ ബ്രിട്ടീഷ് വനിതകളുടെയും കുട്ടികളുടെയും നിസ്സഹായ ചിത്രീകരിച്ച ചിത്രം ഏതാണെന്നാണ്. ഇൻ മെമ്മോറിയം. മറന്നുപോരുത്, ഇൻ മെമ്മോറിയം എന്ന് പറയുന്നത് വരച്ചത് ജോസഫ് നോയൽ പാറ്റേൺ. 1857 കലാപകാലത്ത് ബ്രിട്ടീഷ് വനിതകളുടെ, നമ്മുടെ സ്കൂൾ ടെസ്റ്റ് അധികം റാങ്ക് ഫയലിൽ അധികം ഇല്ല എന്നാലും ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചതാര് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1857 കലാപത്തിൽ ബ്രിട്ടീഷ് വനിതകളുടെയും കുട്ടികളുടെയും നിസ്സഹായാവസ്ഥ ചിത്രീകരിച്ച ചിത്രം ഏതാണ്? ഇൻ മെമ്മോറിയം. ജോസഫ് നോയൽ പാറ്റേൺ എന്ന് പറയുന്ന ആളാണ് ആ ചിത്രം വരച്ചത്. അതുപോലെ മറ്റൊരു ചിത്രവും കൂടെ ഉണ്ട്, ഒന്ന് നോക്കിയേ. 1857 കലാപ സമയത്ത് കലാപകാരികളെ അടിച്ചമർത്തുകയും ഇംഗ്ലീഷുകാരെ രക്ഷിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് വിരുദ്ധ യോദ്ധാക്കളുടെ ഓർമ്മയ്ക്കായി വരച്ചു കാണിച്ച ചിത്രമേത്? അത് റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്ന ചിത്രമാണ്. 1857 കലാപ സമയത്ത്
കലാപകാരികളെ അടിച്ചമർത്തുകയും ബ്രിട്ടീഷുകാരെ രക്ഷിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് വീരയോദ്ധാക്കളുടെ ഓർമ്മയ്ക്കായി വരച്ചു കെട്ടിയത് റിലീഫ് ഓഫ് ലക്നൗ. അത് വരച്ചത് തോമസ് ജോൺസ് ബാർക്കർ എന്ന് വിളിക്കുന്ന ആളാണ്. പഠിച്ചു വെച്ചിരിക്കണേ, തോമസ് ജോൺസ് ബാർക്കർ എന്ന് വിളിക്കുന്നത്. അത് 2 ക്വസ്റ്റ്യൻ നല്ലൊരു വെറൈറ്റി ആയതുകൊണ്ട് അങ്ങ് എഴുതി തന്നേ ഉള്ളൂ. ഓക്കെ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സധൈര്യം പോരാടിയ വീരയോദ്ധാക്കളെ പ്രകീർത്തിച്ച്, പ്രധാനമായിട്ടും റാണി ലക്ഷ്മിഭായിയെ പ്രകീർത്തിച്ചുകൊണ്ട് കവിതകൾ എഴുതിയ പ്രശസ്ത വനിത സുഭദ്രകുമാരി ചൗഹാൻ. നല്ലൊരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ ചോദിക്കാം കേട്ടോ. റാണി ലക്ഷ്മിഭായിയെ പ്രകീർത്തിച്ചുകൊണ്ട് കുറെ കവിതകൾ എഴുതിയ വനിതയാണ് സുഭദ്രകുമാരി ചൗഹാൻ എന്ന് പറയുന്നത്. അപ്പം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സധൈര്യം പോരാടി വീരയോദ്ധാക്കളെ പ്രകീർത്തിച്ച് റാണി ലക്ഷ്മിഭായിയെ കുറിച്ച് കവിത എഴുതിയ പ്രശസ്ത ലക്ഷ്മിഭായിയെ കുറിച്ച് കവിത എഴുതിയത് ആരാണ്? സുഭദ്രകുമാരി ചൗഹാൻ. അത് നല്ലൊരു ചോദ്യമായിരുന്നു, വെറൈറ്റി ആയിട്ട് പഠിച്ചു വെക്കണം. ഇനി സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക തകർച്ചയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഗോർബച്ചേവ് നടപ്പിലാക്കിയ പരീക്ഷ. ഇത് +2 ഉണ്ട്, 10th നമ്മൾ അല്ലാതെയും പഠിച്ചിട്ടുണ്ട്, 10th ലെവലും. ഏതൊക്കെയാണ് ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ 2 പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഏതൊക്കെയാ? ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക. ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയാണ്. അടുത്ത +2 ചാപ്റ്ററിൽ കിടക്കുന്ന മറ്റൊരു പോർഷൻ ആണ് വിഷൻ 2020. ഏത് സംഘടനയുമായി ബന്ധപ്പെടുന്നു? ASEAN, ജക്കാർത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ASEANുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ് വിഷൻ 2020. ഡീറ്റെയിൽ ഇപ്പൊ പറയുന്നില്ല. വിഷൻ 2020 ഏത് സംഘടനയുമായി ബന്ധപ്പെടുന്നു? ASEAN, ജക്കാർത്ത എന്ന് പറയുന്നത്. അടുത്തൊക്കെ വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം ആരുടെ? +2 ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പോയിന്റ് ഇത് തന്നെയാണ്. വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ് വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഏതാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസിദ്ധ പ്രസംഗത്തിന്റെ പേരാണ് വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. നല്ലൊരു പോയിന്റ് ആണ്. അടുത്ത നോക്കെ 1948 ഓപ്പറേഷൻ പോളോയെ അടിച്ചമർത്താനായി ഹൈദരാബാദിലെ നിസാം ഏർപ്പെടുത്തിയ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ പേരെന്തെന്ന്? അപ്പൊ ഓപ്പറേഷൻ പോളോ ആണല്ലോ നമ്മുടെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ യൂണിയൻ ലയിക്കാതെ നിന്ന ഒരു നാട്ടുരാജ്യമാണല്ലോ ഹൈദരാബാദ്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ പോളോയിൽ അപ്പൊ ഹൈദരാബാദിലെ നേതാവ് ആരായിരുന്നു? നൈസാം അഥവാ നിസാമാണ്. നിസാമിനെ ഏർപ്പെടുത്തിയ അർദ്ധ സൈനിക വിഭാഗമാണ് റസാഖർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹൈദരാബാദിലെ ആ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ പേരെന്താണ്? റസാഖർ. നമ്മുടെ ഓപ്പറേഷൻ പോളോയെ എതിർക്കാനായിട്ട് ഇട്ടതാണ് റസാഖർ. എതിർക്കാനായിട്ട് വന്ന സൈന്യത്തിന്റെ പേരെന്തായിരുന്നത്? റസാഖർ എന്ന് പറയുന്നത്. ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെ? 5 നാട്ടുരാജ്യങ്ങളുണ്ട്. നമ്മളെ സ്കൂൾ ടെസ്റ്റ് 10 വരെ 3 എണ്ണേ ഉള്ളൂ. പക്ഷെ +2 ചാപ്റ്ററിൽ 5 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാതെ നിന്നു. ഏതൊക്കെയാ? 1 തിരുവിതാംകൂർ, 2 ജുനഗഡ്, 3 ഹൈദരാബാദ്, 4 കാശ്മീര്, 5 മണിപ്പൂര് കേട്ടോ. അപ്പൊ മണിപ്പൂര് ഹൈദരാബാദും കൂടെ ഉൾപ്പെടുത്തിയേക്കണം. നമ്മൾ അല്ലാതെ പഠിച്ചിട്ടുണ്ട് ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ. +2 ചാപ്റ്ററിൽ 5 എണ്ണം ഉണ്ട്. ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? തിരുവിതാംകൂർ, ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ, മണിപ്പൂര്. ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, നല്ലത് ക്വസ്റ്റ്യൻ. +2 ചാപ്റ്ററിൽ കിടക്കുന്ന നല്ലൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന പ്രദേശം ഏതാണ്? മണിപ്പൂരാണ്. ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കില് എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെ എടുത്തു ചോദിക്കുകയാണെങ്കിൽ മണിപ്പൂരെ പറയാം. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന പ്രദേശം മണിപ്പൂരാണ്. മറന്നുപോരുത്, മണിപ്പൂര്. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിന്റെ പേരിൽ നെഹ്റു മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച മന്ത്രിയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിന്റെ പേരിൽ അന്നത്തെ വ്യവസായ മന്ത്രിയായ ശ്യാമപ്രസാദ് മുഖർജി രാജിവെച്ചു. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിന്റെ പേര് അങ്ങനെ എടുത്തു ചോദിക്കുമ്പോൾ ആരാടെ? ശ്യാമപ്രസാദ്. നമ്മുടെ RK ഷൺമുഖ ഷെട്ടിയൊക്കെ രാജിവെച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുത്തു ചോദിക്കും. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ നെഹ്റു മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച മന്ത്രി ആരാടെ? ശ്യാമപ്രസാദ് മുഖർജി. BJP പാർട്ടിയിലെ ഭാരതീയ ജനസംഘമൊക്കെ സ്ഥാപിച്ചത് ഈ ശ്യാമപ്രസാദ് മുഖർജിയാണ്. നമ്മുടെ കൊൽക്കത്ത തുറമുഖമില്ലേ, നദീജന്യ തുറമുഖം, ഈ കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേര് ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിലാണ് കൊൽക്കത്ത തുറമുഖമൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാന്റെ വിഷയത്തിന്റെ പേരിൽ 1950 നെഹ്റു മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച മന്ത്രി ആരായിരുന്നത്? ശ്യാമപ്രസാദ് മുഖർജി. കൊൽക്കത്ത തുറമുഖം പുതിയ പേരിൽ അറിയപ്പെടുന്നതും ശ്യാമപ്രസാദ് മുഖർജി. 1951 വന്ന ഭാരതീയ ജനസംഘം ഉണ്ടല്ലോ, ഇന്നത്തെ BJP പാർട്ടിയുടെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാലും ശ്യാമപ്രസാദ് മുഖർജിയാണ് നമ്മൾ പറയുന്നത്.
അടുത്തത് ഈ അടുത്ത കാലത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു 3 ചോദ്യങ്ങളാണ് കേട്ടോ. ഇത് ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചു. മിസോറാം സംസ്ഥാനം രൂപീകരിക്കാൻ കാരണമായ സംഘടനയാണ് മിസോ നാഷണൽ ഫണ്ട്. മിസോ നാഷണൽ ഫ്രണ്ട്. ഈ ഫ്രണ്ടിന്റെ സ്ഥാപകൻ ലാൽ ഡെങ്കോ കേട്ടോ, ലാൽ ഡെങ്കോ. അങ്ങനെ മിസോറാം അതിനെ തുടർന്ന് രൂപീകൃതമായത്, മിസോറാം എന്ന സംസ്ഥാനം രൂപീകൃതമായത് 1987 ഫെബ്രുവരി 20-നാണ്. അപ്പൊ മിസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപകനാര ലാൽ ഡെങ്കയാണ്. മിസോറാം സംസ്ഥാനം രൂപീകരിച്ചതെന്നാണ് 1987 ഫെബ്രുവരി 20-നാണ്. അപ്പൊ നല്ലൊരു ചോദ്യമാണ്. മിസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപകൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മിസോറാം സംസ്ഥാനം രൂപീകരിക്കുന്നതിൽ പിന്നിൽ പ്രവർത്തിച്ച നേതാവിന്റെ പേരെന്താ? ലാൽ ഡെങ്കെ. 1961-ലാണ് ആ സ്ഥാപനം വരുന്നത്, ആ സംഘടന വരുന്നത്. പിന്നെ മിസോറാം രൂപീകരിക്കുന്നത് 87. ഇനി നാഗാലാൻഡും അതേപോലെ സ്കൂൾ ടെസ്റ്റ് കിടപ്പുണ്ട്, അതും കൂടെ പഠിച്ചേരെ. നാഗാ നാഷണൽ കൗൺസിൽ, നാഗാലാൻഡ് എന്ന സംസ്ഥാനം രൂപീകൃതമായത് ഏതാണ്? രൂപീകൃതമാകാൻ കാരണം നാഗാ നാഷണൽ കൗൺസിൽ ആണ്. ഇത് രൂപീകരിച്ചത് അങ്കാമി സബുപിസോ എന്ന് പറയുന്നതാണ്. അങ്കാമി സബുപിസോ എന്ന് പറയുന്ന വ്യക്തിയാണ്. അങ്ങനെ അതിനെ തുടർന്ന് നാഗാലാൻഡ് രൂപീകൃതമാകുന്നത് 1963 ഡിസംബർ 1-നാണ് കേട്ടോ. അപ്പൊ നാഗാലാൻഡ് സംസ്ഥാനത്തിന് വേണ്ടി വന്നത് ഏതായിരുന്നത്? നാഗാ നാഷണൽ കൗൺസിൽ. ആ രൂപീകരിച്ചത് ആരാണ്? അങ്കാമി സബുപിസോ. മിസോ നാഷണൽ ഫ്രണ്ട് ആരുടെ ആയിരുന്നു? ലാൽ ഡെങ്കോ ആണ്. നാഗാലാൻഡിന്റെ ആരുടെ? അങ്കാമി സബുപിസോ ആയിരുന്നു. ഓക്കെ, അത് അങ്ങനെ നാഗാലാൻഡ് വന്ന വർഷം മറന്നു പോരുതേ. സ്വതന്ത്ര നാഗാലാൻഡ് 63. ഇനി സിക്കിം നാഷണൽ കോൺഗ്രസ്, അതുകൊണ്ട് 3 അടുപ്പിച്ചടുപ്പിച്ച് കിടക്കുന്നുണ്ട്, അതും കൂടെ അങ്ങ് എഴുതിയത്. സിക്കിം എന്ന സംസ്ഥാനം രൂപീകൃതമാകാൻ കാരണമായ സംഘടന സിക്കിം നാഷണൽ കോൺഗ്രസ് ആണ്. അത് കാസി ലെൻഡുബ് ഡോർജി എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന്റെ സ്ഥാപകൻ. സിക്കിം സംസ്ഥാനം രൂപീകൃതമാവുന്നത് 1975 മെയ് 16-ന്. ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് മിസോറാം ചോദിച്ചത് കൊണ്ട് ഇത് കൂടെ അങ്ങ് എഴുതിയതാണ് കേട്ടോ. അപ്പൊ സിക്കിം നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? കാസി ലെൻഡുബ് ഡോർജിയാണ്. സിക്കിം സംസ്ഥാനം രൂപീകരിച്ചത് 1975 മെയ് മാസം 16-ാം തീയതിയാണ് സിക്കിം നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുക എന്നത്. അപ്പൊ അത് 3 നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നാഗാലാൻഡ്, അതുപോലെ മണിപ്പൂരിന്റെ കുക്കീസ് ആദിവാസി വിഭാഗം എവിടെയാണ്? കുക്കീസ് ആദിവാസി വിഭാഗം മണിപ്പൂര്. തോടവർഗക്കാർ എവിടെയാണ്? തോടവർഗക്കാർ അത് നീലഗിരി കുന്നുകളിലാണ് തോടകവർഗക്കാർ. കാസി ഖാരോ കുന്നുകൾ എവിടെയാണ്? കാസി ഖാരോ കുന്നുകൾ മേഘാലയ അല്ലെ, മേഘാലയയിലാണ് കാസി ഖാരോ കുന്നുകൾ എന്ന് പറയുന്നത്. മേഘാലയയിലല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസ് സിൻഡ്രം സ്ഥിതി ചെയ്യുന്നത്? ആണ് കാസി കുന്നുകളിലെ മേഘാലയം കാസി കുന്നുകളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. മൗസ് സിൻഡ്രം ആണ് അല്ലെ. കേരളത്തിന്റെ ചിറാപുഞ്ചി എന്ന് വിളിക്കുന്നത് എവിടെയാണ്? കേരളത്തിന്റെ ചിറാപുഞ്ചി വയനാട് ജില്ലയിലെ ലക്കിടിയാണ് അല്ലെ. വയനാട് ജില്ലയിലെ ലക്കിടിയാണ്. ചിറാപുഞ്ചിയുടെ പുതിയ പേര് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സൊഹറ. ചിറാപുഞ്ചിയുടെ പുതിയ പേരായിരുന്നു സൊഹറയാണ്. അപ്പൊ വയനാട് ജില്ലയിലെ ലക്കിടിയാണ് ഇന്ത്യയുടെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത്, മറന്നുപോരുത്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മഴ ഏറ്റവും കൂടുതൽ പെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? മഴ ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയാണ്. മഴ കുറവ് എവിടാന്ന് അറിയാമോ? മഴ കുറവ് അത് തിരുവനന്തപുരം ജില്ല. മഴ കൂടുതൽ കോഴിക്കോട്, മഴ കുറവ് എവിടെയാ? തിരുവനന്തപുരം. മഴ കൂടുതൽ ഉള്ള കേരളത്തിലെ സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ് മഴ കൂടുതലുള്ളത്. മഴ കുറവുള്ളത് ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. മഴ കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലെ നേര്യമംഗലം, മഴ കുറവുള്ളത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് അല്ലെ. കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം ചിന്നാറാണ്. കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം, നക്ഷത്ര ആമകളെ കാണപ്പെടുന്നത്, ചാമ്പൽ മലയണ്ണാനെ കാണപ്പെടുന്ന പ്രദേശം, ഇതൊക്കെ ചോദിച്ചാൽ ഏതാ നമ്മൾ പറയേണ്ടത്? ചിന്നാറാണ് നമ്മൾ പറയേണ്ടത്. ചിന്നാർ മറന്നുപോരുത്. ചിന്നാർ ഇടുക്കിയാണ്. ചിന്നാർ ഇടുക്കി. ചിമ്മിനിയാണ് തൃശ്ശൂർ പറയേണ്ടത്. ചിമ്മിനി തൃശ്ശൂര്. ചീമേനി എവിടെയാ? ചീമേനി കാസർഗോഡ് അല്ലെ. ചീമേനി കാസർഗോഡ്. ചെന്തുരുണി എവിടെയാ? ചെന്തുരുണി അത് നമ്മുടെ കൊല്ലത്താണ് അല്ലെ. ചുലനൂർ എവിടെയാ? ചുലനൂർ പാലക്കാട് ജില്ല. അപ്പൊ ചുലനൂർ പാലക്കാട്, ചെന്തുരുണി കൊല്ലം, ചിന്നാർ ഇടുക്കി, ചിമ്മിനി തൃശ്ശൂര്, ചീമേനി എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കാസർഗോഡ് ജില്ലയിൽ. കാസർഗോഡ് ചീമേനിയിലൂടെ ഏത് സമരം നടന്നത്? തോൽവിറക് സമരം നടന്നത് അല്ലെ. തോൽവിറക് 1946 തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ചീമേനിയില അല്ലെ. ദേവയാനിയാണോ? അല്ല, കാർത്യായനി അമ്മയാണ് തോൽവിറക് സമര നായിക. കാർത്യായനി അമ്മ. ദേവയാനി ഏത് സമര നായികയാ? കരിവള്ളൂർ സമര നായിക. 1946 നടന്ന കരിവള്ളൂർ സമര നായിക ദേവയാനിയും 1946 നടന്ന തോൽവിറക് സമര നായിക ആയിരുന്നു ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കാർത്യായനി അമ്മ. കാസർഗോഡാണ്. കാസർഗോഡല്ലേ കേരളത്തിന്റെ കേന്ദ്ര
കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം? തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് കുടിലു ആണ് അല്ലെ. ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാ? സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അത് നമ്മുടെ ഇവിടെ കോഴിക്കോടാണ്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. സുഗന്ധ ഭവന്റെ ആസ്ഥാനം എവിടാന്ന് അറിയാമോ? സുഗന്ധ ഭവൻ കൊച്ചിയിലാണ്. അപ്പൊ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോടും, സുഗന്ധ ഭവൻ എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെയാണ്? കൊച്ചിയിലാണ് നമ്മൾ പറയേണ്ടത്. കൊച്ചിയിലാണ് പറയേണ്ടത്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേത കേന്ദ്രം ഏതാ? കൊച്ചിയുടെ ശ്വാസകോശം അത് മംഗളവനമാണ്. മംഗളവനം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം കൊച്ചിയുടെ ശ്വാസകോശം. അതുപോലെ നഗരഹൃദയത്തിൽ ഉള്ള ഒരു വന്യജീവി സങ്കേത കേന്ദ്രം, അതുപോലെ കേരള ഹൈക്കോടതിയുടെ തീരത്തായിട്ടുള്ള വന്യജീവി സങ്കേത കേന്ദ്രം എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാ? മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രമാണ് മംഗളവനം. വലുതേതാ? കേരളത്തിലെ ഏറ്റവും വലുത് തട്ടേക്കാടാണ്. തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രം ആരുടെ പേരിലാ? സലീം അലിയുടെ പേരിലാണ്. സലീം അലിയുടെ പേരിലാണ്. തട്ടേക്കാട് വന്യജീവി സങ്കേത കേന്ദ്രം ഗോവയിലും ഉണ്ട്. ഗോവയിലും തട്ടേക്കാട് വന്യജീവി സങ്കേത കേന്ദ്രം ഉണ്ട്. തട്ടേക്കാടല്ല, സലീം അലി വന്യജീവി സങ്കേത കേന്ദ്രം. അപ്പൊ സലീം അലിയുടെ പേരിൽ പക്ഷി സങ്കേതം കൊണ്ടുള്ളത് നമ്മുടെ എറണാകുളത്ത് തട്ടേക്കാടുണ്ട്. സലീം അലിയുടെ പേരിൽ വന്യജീവി സങ്കേത കേന്ദ്രം ഉള്ളത് ഗോവയിലും ഉണ്ട്. സലീം അലിയുടെ പേരിൽ ദേശീയ പാർക്ക് ഉള്ളത് എവിടാന്നറിയാമോ? സലീം അലി ദേശീയ പാർക്ക് അത് നമ്മുടെ എവിടാ? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ സലീം അലിയുടെ പേരിൽ ദേശീയ പാർക്ക് ഉള്ളത്. സലീം അലിയുടെ പേരിൽ കുങ്കുമം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ജമ്മു കാശ്മീരിലാണ് കേട്ടോ. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാടുകളുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാടുകളുള്ള ജമ്മു കാശ്മീരിലാണ് കേന്ദ്രഭരണ പ്രദേശം. സംസ്ഥാനം ഏതാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാടുകളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ശതമാനാടിസ്ഥാനത്തിൽ കാടുകൾ കൂടുതൽ മിസോറാമിലാണ് കേട്ടോ. അപ്പൊ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശ്, ശതമാനാടിസ്ഥാനത്തിൽ കാടുകൾ ചോദിച്ചാൽ മിസോറാമാണ്. വനം കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? അത് ഹരിയാന. വനം കുറവും ശതമാനാടിസ്ഥാനത്തിൽ കുറവും എന്നൊക്കെ ചോദിച്ചാലും ഹരിയാന നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ മധ്യപ്രദേശിലാണ് കാടുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത്. ചമ്പൽ കാടുകൾ ഏത് സംസ്ഥാനത്ത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലാ ചമ്പൽ കാടുകൾ. മധ്യപ്രദേശിലല്ലേ ഇന്ത്യയുടെ വജ്രക്കനി ഉള്ളത്. ഇന്ത്യയുടെ വജ്രക്കനി ഏതാ? പന്ന വജ്രക്കനി എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ വജ്രക്കനി മധ്യപ്രദേശിലാണ്. ഇന്ത്യയുടെ യുറേനിയം കനി ഏതാണ്? ഇന്ത്യയുടെ യുറേനിയം കനി ജാദുഗുഡ. യുറേനിയം കനി ജാദുഗുഡ. ഇന്ത്യയുടെ കൽക്കരിക്കനി ഏതാ? വലിയ കൽക്കരിക്കനി ജാറിയ. ജാർഖണ്ഡിൽ ജാറിയയും ആദ്യത്തെ കൽക്കരിക്കനി പഴയ കൽക്കരിക്കനി റാണിഗഞ്ച് പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയുടെ വലിയ കൽക്കരിക്കനി ജാറിയ ജാർഖണ്ഡ്. ആദ്യത്തെ കൽക്കരിക്കനി ഏതാണ്? നമ്മുടെ ജാറിയ പശ്ചിമ ബംഗാളിൽ ഏതായിരുന്നു? പശ്ചിമ ബംഗാളിലെ റാണിഗഞ്ചാണ് കൽക്കരിക്കനി ചോദിച്ചത് കേട്ടോ. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണം. സുവർണ്ണ നാരേതാ? ചണമാണ്. സാർവത്രിക നാരേതാ? പരുത്തിയാണ്. പരുത്തി കൂടുതൽ എവിടാ? പരുത്തി കൂടുതൽ ഗുജറാത്തിൽ. ചണം കൂടുതൽ എവിടാ? ചണം കൂടുതൽ പശ്ചിമ ബംഗാൾ. പരുത്തി കൂടുതൽ ഗുജറാത്തിൽ, ചണം കൂടുതൽ പശ്ചിമ ബംഗാൾ അല്ലെ. അരി കൂടുതലും പശ്ചിമ ബംഗാളാണ്. ഗോതമ്പാണ് ഉത്തർപ്രദേശിൽ പോകേണ്ടത്. ഗോതമ്പ് ഉത്തർപ്രദേശിലാണ്. ഒത്തിരി ആയാലും നിങ്ങൾക്ക് ബോറാണ്. എന്നാലും നല്ലൊരു ദിവസത്തിൽ ഒരു ചലഞ്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞു കുറച്ച് +2 ചാപ്റ്റർ ആണ് എഴുതിയിട്ട് പ്രയോജനപ്പെടും. LGS കാർക്കും LDC കാർക്കും പ്രയോജനപ്പെടും. തീർച്ചയായിട്ടും അത് എഴുതിയെടുത്ത് പഠിക്കുക. ഇനിയും ഇതുപോലെ കൊച്ചു എക്കണോമിക്സിന്റെ ചോദ്യങ്ങളെല്ലാം എഴുതി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ ഈ ഒരു ദിവസത്തിൽ ആശംസിക്കാനും. ഒരു അധ്യാപകൻ എന്ന നിലയിൽ നല്ലൊരു അടുത്ത നല്ലൊരു പുതുവർഷവും വരുന്നു. നല്ലൊരു ദിനം നേരുകയാണ്. ഈ വരുന്ന വർഷങ്ങളിൽ ഒരു അസുഖവും വരാതെ, വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും വരാതെ, നിങ്ങൾക്കൊരു വിഷമവും വരാതെ നല്ല സന്തോഷത്തോടെ പഠിച്ചു പോകാൻ കഴിയട്ടെ എന്നും, നിങ്ങൾ ആഗ്രഹിച്ച പോസ്റ്റുകളിൽ നല്ല റാങ്കോട് കൂടി കയറട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെയും കൂടെ ഉൾപ്പെടുത്തണേ. അസുഖങ്ങൾ വരും. എനിക്ക് എപ്പോഴും വാവേദന, കവിളുവേദന അങ്ങനെ തുടരെ പറയുന്നതുകൊണ്ടായിരിക്കും. എന്നാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ വേണം. ആരെങ്കിലെയൊക്കെ പ്രാർത്ഥനകൾ കേട്ടാലോ, എനിക്ക് കൂടെ കേട്ടാലോ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാനും എന്നും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. എന്നാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക. എന്റെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങളുണ്ടായിരിക്കും. അത് 100% ഞാൻ ഉറപ്പുവരുന്ന കാര്യമാണ്. നല്ല പഠിക്കുന്നവര് കയറിപ്പോകട്ടെ, ആത്മാർത്ഥമായിട്ട് ജോലി കിട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ കാര്യങ്ങൾ ചെയ്തിരിക്കട്ടെ. അപ്പൊ വീട്ടിലെല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുക. ഒത്തിരി സന്തോഷത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. LGS LDC നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. പരീക്ഷകൾക്കും വെറും 1399 രൂപയ്ക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാം. അതും ഒരു വർഷത്തേക്ക്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ വീഡിയോ ക്ലാസ്സുകളോടൊപ്പം 2 ലക്ഷത്തിലധികം ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ട് എക്സാമിനായി തയ്യാറെടുക്കാം. അപ്പോൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇയർ എൻഡിങ് ചലഞ്ചിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു വർഷം അവസാനിക്കാൻ പോവുകയാണ്. പുതുവർഷത്തിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ ഒരു
പീക്ക് ലെവലിലേക്ക് നിങ്ങൾ എത്തണം. അപ്പൊ അതിനുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ വർഷം അവസാനം തന്നെ ഒരാഴ്ച നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകളിലൂടെ നമ്മൾ പോവുകയാണ്. അപ്പൊ ആ ഒരു ചലഞ്ച് എൻട്രി ആപ്പ് നടത്തുകയാണ്. വിവിധ വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പം ഒരു സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സയൻസ് വിഷയം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ, പിന്നെ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പോൾ സയൻസ് പഠിക്കുമ്പോൾ പലർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് സയൻസ് അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊന്നും എനിക്ക് വായിച്ചാലും മനസ്സിലാവില്ല എന്നും വിചാരിച്ചിട്ട് അങ്ങ് ഒഴിവാക്കി വിടുന്ന ആളുകളാണ് ഭൂരിഭാഗവും, അല്ലെ? നമ്മൾ അങ്ങനെ ഒഴിവാക്കി വിടുകയാണെങ്കിൽ എന്നും ആ വിഷയം നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് മാറും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം നിങ്ങൾ ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ച പല കാര്യങ്ങളും നിങ്ങൾ അതിനോട് ഇടപെടാൻ തുടങ്ങിയ ശേഷം നിങ്ങൾക്ക് ലളിതമായിട്ട് തോന്നാറുണ്ട്. എന്തിനേറെ പറയുന്നു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ പേടിച്ച് ഇറങ്ങാതിരുന്നൊരു കാര്യം അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നടക്കുകയും ചെയ്ത്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവില്ലേ? എന്താ, ആദ്യം നമുക്ക് പേടിയാണ്, ഇതെന്നെ കൊണ്ടാവുമോ, എന്നെക്കൊണ്ട് നടക്കുവോ? അപ്പൊ അങ്ങനെയുള്ള പേടി കൊണ്ട് നമ്മൾ ഇറങ്ങാതിരിക്കുന്നതാണ്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ലളിതമായിരിക്കും. അതേപോലെ തന്നെയാണ് സയൻസ് വിഷയങ്ങളും. പലരും ഇത് ബുദ്ധിമുട്ടാണ്, ഭയങ്കരമാണ്, ടേംസ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അതിനെ പേടിച്ച് നിൽക്കുകയാണ്. അതേസമയം അതിനോടൊരു ഇഷ്ടം തോന്നി അതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആ വിഷയം നമുക്ക് എന്തായിട്ട് മാറും? വളരെ ഇഷ്ടമുള്ള ഒരു ഈസി സബ്ജക്റ്റ് ആയിട്ട് നമുക്കത് പിന്നീട് മാറും. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അങ്ങനെ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒന്നും അറിയാതെ എവിടെന്നെങ്കിലും അല്ലെ ഭയങ്കര 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 10th ലെവൽ പരീക്ഷകൾക്കൊക്കെയുള്ള പഠനമാകുമ്പോൾ നേരിട്ട് 10ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഒക്കെ പഠിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ അതെന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ ബേസ് ഇട്ടുകൊണ്ട് വരണം, അല്ലെ? ചെറിയ ക്ലാസ്സിൽ നിന്ന് ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചാപ്റ്റർ, ആ ഒരു വിഷയ മേഖലയെക്കുറിച്ചുള്ള ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ ചാപ്റ്റർ പഠിച്ച് അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് ഉയരങ്ങളിലേക്ക് വരണം. അങ്ങനെ ആവുമ്പോൾ ആ ഒരു വിഷയം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മാറും. പിന്നെ ഇഷ്ടപ്പെടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു കൊടുക്കുക, അവിടെ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പ്രയോഗിക്കുക, അതിലൂടെയാണ്. നിങ്ങൾ പഠിച്ച് ആ ഒരു വിഷയത്തിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നാലാളോട് പറയുക. അപ്പൊ അവരുടെ ഉണ്ടാകുന്ന ഒരു അപ്രീഷിയേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം എന്നുള്ള ഒരു അവരുടെ കണ്ണിലൊരു ഭാവം ഉണ്ടാവും. ആ ഭാവങ്ങളൊക്കെ തന്നെ നമ്മളെ അതിനോട് ഇഷ്ടപ്പെടുത്തും, ആ സബ്ജക്റ്റിനോട് കൂടുതൽ ഇഷ്ടപ്പെടുത്തും. അതെന്ത് കാര്യം അങ്ങനെയാണ്. നമ്മളത് പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കത് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മളത് എളുപ്പത്തിൽ പഠിക്കും, അല്ലേ? ഇപ്പൊ തന്നെ പല ആളുകളും കണ്ടില്ലേ, സ്കൂൾ പഠനകാലത്തിലൊക്കെ ഹിന്ദിയും ഇംഗ്ലീഷും ഒരു കൂഞ്ഞു അറിഞ്ഞുകൂടാണ്ട് നടന്ന ടീമായിരിക്കും. പക്ഷെ എന്താണ്, അവരുടെ ജീവിത സാഹചര്യത്തിൽ അങ്ങനെയുള്ളൊരിടത്ത് എത്തിപ്പെടുമ്പോൾ അവിടെ ഇംഗ്ലീഷ് സംസാരിച്ചാലേ പറ്റൂ എന്നുള്ള രീതിയിലാവുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവർ നല്ല മിടുക്കോടെ പഠിച്ചെടുക്കും. അതേപോലെ തന്നെ ഹിന്ദി ഭാഷ, നമ്മുടെ നാട്ടിൽ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകൾ, നമ്മൾ ഇതൊക്കെ ഉണ്ടായിട്ട് ഈ ഭാഷ സംസാരിക്കാനുള്ള മടിയും കൊണ്ടിരിക്കുമ്പോൾ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകളൊക്കെ ഹിന്ദി നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ അതാണ് അതിന്റെ വ്യത്യാസം. നമ്മൾ അതിലേക്ക് ഒന്നുകിൽ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അത് നിർബന്ധമായിരിക്കണം, അല്ലെങ്കിൽ അതിനെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിക്കാൻ പറ്റണം. അപ്പോൾ നമുക്കതിനെ ഇഷ്ടപ്പെടാൻ പറ്റും. അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ആ ഒരു പേടിയോടെ, ആ മെന്റാലിറ്റിയോടെ മാറ്റി വെക്കുന്നതിന് പകരം അതിലേക്ക് ഇഷ്ടത്തോടെ നന്നായിട്ട് ഇറങ്ങാൻ ശ്രമിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, അത് പ്രയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാവുമ്പോൾ ആ വിഷയം നിങ്ങൾക്ക് എന്തായിട്ട് മാറും? എളുപ്പമായിട്ട് മാറും, രസകരമായിട്ട് മാറും. അപ്പോൾ സയൻസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞു. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നാമത്തത്, ഓരോ ഏരിയയും നമ്മൾ ഓരോ ഏരിയ പഠിച്ചു വരുന്ന സമയത്ത് അതാത് ഏരിയകളുടെ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരിക. ഇപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ട 5 മുതൽ ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങളാണ്, 10 വരെയാണ് കംപ്ലീറ്റ് വേണ്ടത്. പിന്നെ ചില ചാപ്റ്ററുകളിലൊക്കെയാണ് നമ്മൾ, ചില ഏരിയകളിലൊക്കെയാണ് നമുക്ക് ഹയർ സെക്കൻഡറി ചാപ്റ്ററുകളൊക്കെ സെലക്ട് ചെയ്ത് പഠിക്കേണ്ടി വരിക. പ്രത്യേകിച്ച് സയൻസിൽ അത് അധികവും നിങ്ങൾ പഠിക്കേണ്ടി വരില്ല. ഈ പറയുന്ന ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് വന്ന LGS, LDC പോലെയുള്ള നോട്ടിഫിക്കേഷൻ അധികമൊന്നും വേണ്ട. അതേസമയം +2 ലെവൽ പരീക്ഷകളിലും ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ ഹയർ സെക്കൻഡറിയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും സയൻസ് എന്ന് വരുന്നത്. അപ്പോൾ +2 ലെവൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആൾ നേരെ ഹയർ സെക്കൻഡറി പോയിട്ട് അല്ലേ ഇതങ്ങ് പഠിക്കാൻ തുടങ്ങിയാൽ ഒന്നും തിരികെയില്ല, ഒരു മാർക്ക് പോയിട്ട് കിട്ടുകയില്ല. അപ്പൊ നമ്മൾ എവിടെ നിന്ന് തന്നെ തുടങ്ങണം? അത്തരം ആളുകളും തുടങ്ങണം എവിടെ തന്നെയാണ്? ചെറിയ ക്ലാസ് തന്നെയാണ്. അപ്പൊ 5 മുതൽ നേരിട്ട് 10 വരെ പഠിച്ചു വരികയല്ല. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് എടുത്ത് സയൻസ് ഫുള്ള് പഠിച്ചു, 6ലെ സയൻസ് ഫുള്ള് പഠിച്ചു, 7ലെ സയൻസ് ഫുള്ള് പഠിച്ചു, അങ്ങനെയല്ല വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ 5ൽ പഠിച്ച ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിത്തറ ഇട്ടിട്ടുണ്ടാവും. അതിന്റെ ബാക്കി പിന്നെ വരുന്നത് 7ലോ 8ലോ ആയിരിക്കും. അതിനിടയിൽ നിങ്ങൾ 5ാം ക്ലാസ്സിലെ ബാക്കി കാര്യങ്ങൾ പഠിക്കുന്നു, 6 പഠിക്കുന്നു, 7 പഠിക്കുന്നു. പിന്നെ ഇതിന്റെ ബാക്കി വരുമ്പോഴേക്കും ഈ പഠിച്ച കാര്യങ്ങൾ മറന്നിട്ടുണ്ടാവും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിഷയ മേഖല എടുത്തു കഴിഞ്ഞാൽ ആ വിഷയ മേഖല 5ൽ ഉണ്ടെങ്കിൽ അത് 7ലോ 6ലോ 7ലോ ഉണ്ടെങ്കിൽ അത് തീർക്കുക. പിന്നെ ചിലപ്പോൾ 8ലൊക്കെ ആയിരിക്കും ഉണ്ടാവുക, അത് തീർക്കുക. പിന്നെ 8 കഴിഞ്ഞാൽ ചിലപ്പോൾ 9ൽ ഉണ്ടാവണമെന്നില്ല, 10ലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ തീർക്കുക. അങ്ങനെ ക്രമത്തിൽ തീർത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നിങ്ങൾക്ക് എന്താവും?
കൃത്യമായിട്ട് മനസ്സിലാക്കി ബൈഹാർട്ടാക്കി പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് ഓരോ വിഷയം അങ്ങനെയാണ്. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഏരിയ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബയോളജിയിൽ സെൽസ് കോശങ്ങൾ പറയുകയാണെങ്കിൽ 6ാം ക്ലാസ്സിൽ 1ാമത്തെ ചാപ്റ്റർ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അത് 8ാം ക്ലാസ്സിൽ 1ാമത്തെ ചാപ്റ്റർ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് 6ലെ 1ാമത്തെ ചാപ്റ്റർ, 8ലെ 1. അപ്പോൾ അവിടെ സെൽസിനെ കുറിച്ചുള്ള കുറേ ഐഡിയകളും കാര്യങ്ങളും കിട്ടും. പിന്നെ വേറെ അടുത്ത 8ാം ക്ലാസ്സിൽ 2ാമത്തെ ചാപ്റ്റർ കോശജാലങ്ങൾ, ടിഷ്യൂസിനെ കുറിച്ചുള്ളതാണ്, അവിടെ പഠിക്കുക. പിന്നെ 9ലേക്ക് പോകുമ്പോൾ അവിടെ കോശ വിഭജനം ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ക്രമത്തിൽ പഠിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് മാറും, എളുപ്പമായിട്ട് മാറും. അതല്ല എങ്കിൽ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് ഒക്കെ പലതും മറന്നിട്ടുണ്ടാവും. അതുകൊണ്ട് 5 മുതൽ ഇങ്ങനെ പഠിച്ചു വരികയല്ല വേണ്ടിയത്, ഓരോ ഏരിയകളും പ്രത്യേകം സെലക്ട് ചെയ്ത് അതിന്റെ ബേസ് ഇട്ട് പഠിച്ചു വരിക എന്നുള്ളതാണ് സയൻസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി സയൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ സിലബസിലുള്ള ഒരു ഏരിയ, ആ ഒരു ഏരിയ SCERT-യിൽ അധികമൊന്നും ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ അഡീഷണൽ സ്റ്റഡി നടത്തേണ്ടി വരും. SCERT-യിൽ തന്നെ അവിടെ നല്ല ചോദ്യ സാധ്യതയ്ക്കുള്ള ഏരിയകൾ ഉണ്ടെങ്കിൽ, ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ, ആ ഒട്ടുമിക്ക പരീക്ഷകളും ചോദ്യങ്ങൾ വരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് തന്നെയാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ആൽക്കലോയിഡുകൾ SCERT-യിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അവിടെ എവിടെയെങ്കിലും 1-2 പോയിന്റ്സുകളെ പറയുന്നുള്ളൂ. അപ്പോൾ ആൽക്കലോയിഡുകൾ നമ്മൾ എന്ത് ചെയ്യണം, അധിക പഠനം എന്നുള്ള രീതിയിൽ പുറത്തുനിന്ന് നമ്മൾ പഠിക്കേണ്ടി വരും. നോൺ SCERT കണ്ടന്റുകൾ നമ്മൾ പഠിക്കേണ്ടി വരും, അല്ലേ? ഇപ്പോൾ ഉത്തോലകങ്ങളെ കുറിച്ച് ഏറ്റവും ചെറിയ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലാണെന്ന് എൻ്റെ ഓർമ്മ, 5ലോ 6ലോ ആണ്. 6ാം ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ കുഞ്ഞു ചാപ്റ്റർ ആണ്. അവിടെ 1ാം വർഗം, 2ാം വർഗം, 3ാം വർഗം ഒരു ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞിട്ടുണ്ട്. അതുപോരാ, അവിടെ നമ്മൾ അഡീഷണൽ സ്റ്റഡി നടത്തണം. 1ാം വർഗം എങ്ങനെയൊക്കെയാണ്, F, R എങ്ങനെ വരും, അല്ലേ? അതായത് എഫേർട്ട്, അല്ലേ? ഫുൾക്രം, അതേപോലെ രോധം, EFR, ധാരം, രോധം, യത്നം, ഇതൊക്കെ ഏത് ക്രമത്തിൽ വരുന്നതാണ്, 1, 2, 3. അത് അല്ലെ യാന്ത്രിക ലാഭം എങ്ങനെയാണ്, കൂടുതൽ ഉദാഹരണങ്ങൾ, അങ്ങനെ കംപ്ലീറ്റ് പഠിച്ചു പോകണം. അവിടെ നിന്ന് ചോദ്യം വന്നാൽ പിന്നെ എഴുതാൻ പാകത്തിൽ, അല്ലെ ഒരു ചോദ്യം വന്നാൽ നഷ്ടപ്പെടരുത് എന്നുള്ള മൈൻഡിൽ അത് തീർക്കണം. അപ്പോൾ ആ രീതിയിൽ ഓരോ ഏരിയകളും കംപ്ലീറ്റ് ചെയ്യണം. ഇനി 2021 മുതൽ 23 വരെ നടന്നിട്ടുള്ള 21, 22, 23 കാലഘട്ടത്തിൽ PSCയുടെ ചോദ്യ പാറ്റേണുകൾ മാറിയതിനു ശേഷം 20ഉം കൂടപ്പെടുത്തി 20ന്റെ ഒരു പകുതി മുതൽ 20, 21, 22, 23 കാലഘട്ടത്തിലെ ചോദ്യ പേപ്പറുകൾ നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് സയൻസ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള മുമ്പ് 20 രീതികളിലാണ് മൊത്തത്തിൽ, അത് സയൻസിലായാലും സോഷ്യലിലായാലും 20 രീതികളിലാണ്, 20 പാറ്റേണുകളിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ്, എത്ര ഡെപ്തിൽ വരുന്നുണ്ട്, എവിടെ നിന്നൊക്കെ എന്തൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കണം. ദെൻ വിഷയ വിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സുകൾ, അതായത് ഒരാൾ തന്നെ കയറി പല വിഷയങ്ങൾ ഇങ്ങനെ വെറുതെ നിങ്ങൾക്ക് ഇങ്ങനെ സ്ലൈഡ് വെച്ചിട്ട് വായിച്ചു തരുന്ന ചാനലുകൾ ഉണ്ടാവും. അതേസമയം തന്നെ ചില പ്രത്യേക വിഷയങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള അധ്യാപകർ നടത്തുന്ന ചാനലുകളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു വിഷയത്തിന് ആശ്രയിക്കുമ്പോൾ ഏറ്റവും നല്ലത് ആരെയാണ്, ആ ഒരു വിഷയ വിദഗ്ധനെയാണ്. കാരണം എല്ലാം കൂടെ നോക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എല്ലാത്തിലും പെർഫെക്റ്റ് ആവാൻ സമയം കിട്ടണമെന്നില്ല. അതേസമയം ഒരു സബ്ജക്റ്റ് മാത്രമായിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ ഓരോ വ്യത്യസ്ത സബ്ജക്റ്റുകൾ എടുക്കുന്ന, ഒരു 1-2 വിഷയങ്ങൾ എടുക്കുന്ന അങ്ങനെയുള്ള ആളുകൾ ആ ഒരു വിഷയത്തിൽ അവർ എക്സ്പെർട്ട് ആയിരിക്കും. അവർ കാലങ്ങളായിട്ട് ആ ഒരു വിഷയം നന്നായിട്ട് ക്ലാസ് എടുത്ത് വരുന്നതാണ്. പുതിയ ചോദ്യങ്ങൾ വരുന്നു, അത് മനസ്സിലാക്കുന്നു. അതിൽ ഇതുവരെ അദ്ദേഹം പഠിപ്പിക്കാത്ത ചോദ്യങ്ങൾ പുതിയ കാണുന്നുണ്ടെങ്കിൽ ആ ചോദ്യം എന്താണെന്ന് അറിയുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. അങ്ങനെ ഓരോ വിഷയവും അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ക്ലാസ്സുകൾ, ഫ്രീ ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്. എൻട്രി ആപ്പിന്റെ ക്ലാസ്സുകൾ, അതേപോലെ പല അധ്യാപകരുടെയും ക്ലാസ്സുകൾ യൂട്യൂബിൽ ഇടാറുണ്ട്. അത്തരം ക്ലാസ്സുകൾ, ഫ്രീ ക്ലാസ്സുകൾ കാണുക, അല്ലെങ്കിൽ ആപ്പിൽ കയറി കാണുക, അല്ലെങ്കിൽ നിങ്ങൾ സെന്ററുകളിൽ പോയിട്ട് അത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ എന്തായിരിക്കും, ഗുണമായിരിക്കും. സയൻസ് സബ്ജക്റ്റുകൾ പ്രത്യേകിച്ചും ആ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ എളുപ്പമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ നിങ്ങളോടൊന്ന് പറയാനുള്ളത്. സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അതിൻ്റെ കൂടെ സയൻസിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു ചെറിയൊരു ടോപ്പിക്, അതായത് ബ്രെയിൻ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക പരീക്ഷകളിലും SCERT-യിലെ 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്റർ തലച്ചോറായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തലച്ചോറിന്റെ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ഒട്ടുമിക്ക പരീക്ഷകളിലും വരുന്നുണ്ട്. അതൊന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ SCERT-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ കൂടെ കുറച്ച് അഡീഷണൽ കാര്യങ്ങളൂടെ ഞാൻ പറയും. അതോടെ ചേർത്ത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ബ്രെയിൻ, തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം വിളിച്ചു പറയും എന്തായിരിക്കും, ഫ്രിനോളജി എന്നായിരിക്കും, അല്ലേ? തെറ്റാണ് ശരിക്കും. പക്ഷെ PSCയുടെ കുറേ കാലത്ത് ഉത്തരമാണ് ഈ ഫ്രിനോളജി. യഥാർത്ഥത്തിൽ നമ്മുടെ തലയോട്ടിയുടെ വലിപ്പവും നമ്മുടെ സ്വഭാവ സവിശേഷതകളും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പഠനശാഖയായിരുന്നു ഈ ഫ്രിനോളജി. തമ്മിൽ യഥാർത്ഥ വലിയ ബന്ധമൊന്നുമില്ല. നമ്മുടെ തല വലിയ തലയുള്ള നല്ല ബുദ്ധിമാന്മാർ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യകാലങ്ങളിൽ പറഞ്ഞിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് ശരിക്കും എന്ത്, ഫ്രിനോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് ശരിക്കും
എൻസെഫലോളജിയാണ്. എന്താണ്? എൻസെഫലോളജി. എൻസെഫലോ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ തലച്ചോറിനെ കുറിച്ചുള്ള, ബ്രെയിനിനെ കുറിച്ചുള്ള പഠനം എൻസെഫലോളജി. ഫ്രിനോളജി എന്താ? തലച്ചോറിന്റെ, നമ്മുടെ തലയോട്ടിയുടെ സ്കൾ അഥവാ തലയോട്ടിയുടെ വലിപ്പവും നമ്മുടെ സ്വഭാവ സവിശേഷതകളായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന പഠനമായിരുന്നു എന്ത്? ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ഫ്രിനോളജി. അപ്പൊ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ചോദിച്ചിട്ട് എൻസെഫലോളജി ഇല്ലെങ്കിൽ മാത്രം എന്ത് എഴുതിക്കൊള്ളുക? ഫ്രിനോളജി എഴുതിക്കൊള്ളുക. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എൻസെഫലോളജി. അപ്പൊ എന്തായിരിക്കും? EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്, ഗ്രഫി അല്ലെ? ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രഫി എന്ന് പറയും. ഓക്കെ, യെസ്. അപ്പം എന്താണ്? തലച്ചോറുമായി ബന്ധപ്പെട്ടുള്ള സ്പന്ദനങ്ങളെ രേഖപ്പെടുത്തുന്ന സംവിധാനം, അതാണ് ഇലക്ട്രോ എൻസെഫലോഗ്രഫി എന്ന് പറയുന്നത്. എന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രഫി. ദെൻ ആ ഉപകരണത്തിന് എന്താ പറയാ? ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് എന്നാണ് പറയാ. പറഞ്ഞു കേട്ടാ വിചാരിക്കുക ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്, അപ്പൊ അത് ഗ്രാഫ് അല്ലെന്ന് വിചാരിക്കുക. ആ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് എന്ന് പറയുന്നത്. ആ ഗ്രാഫിക് ചിത്രീകരണമാണ് EEG അഥവാ ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ആ 3 ഫുൾ ഫോം അതിലേതെങ്കിലും ഒന്ന് കൊടുക്കും. EEGയുടെ പൂർണ്ണരൂപം EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് അല്ലെങ്കിൽ ഗ്രാം അല്ലെങ്കിൽ ഗ്രഫി എന്ന് പറയും. EEG കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ ഹാൻസ് ബർജർ ആണ്. ആരാണ്? ഹാൻസ് ബർജർ ആണ് EEG കണ്ടുപിടിച്ചത്. ECG അറിയാലോ? ഇലക്ട്രോ കാർഡിയോഗ്രഫി അല്ലെങ്കിൽ കാർഡിയോഗ്രാം അല്ലെങ്കിൽ കാർഡിയോഗ്രാഫ്, അത് ECG. അത് കണ്ടുപിടിച്ച ആരാ? വില്യം ഐന്തോവൻ ആണ്. വില്യം ഐന്തോവൻ. ECG കണ്ടുപിടിച്ച ആരാണ്? വില്യം ഐന്തോവൻ ആണ് ECG കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് എൻസെഫലോളജി. നമ്മൾ തലച്ചോറിന്റെ ഭാഗങ്ങള്, അവയുടെ ധർമ്മങ്ങളാണ് പഠിക്കുന്നത്. ഒരു മാർക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന പരീക്ഷയിൽ, LGS ആയാലും LDC ആയാലും പ്രത്യേകിച്ച് +2 ലെവൽ ആയാലും മിക്ക പരീക്ഷകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നോക്കിയാൽ തലച്ചോറിന്റെ പ്രധാന ഭാഗങ്ങള്, തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് സെറിബ്രമാണ്. തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. ഏതാണ്? സെറിബ്രം ആണ് ഏറ്റവും വലിയ ഭാഗം. ദെൻ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ഇതാണ് സെറിബെല്ലം. സെറിബ്രം. ദെൻ അതിന് താഴെയായിട്ടുള്ളത് എന്താണ്? സെറിബെല്ലം. ദെൻ തലാമസ്. കണ്ടോ? തലാമസ്. ദെൻ തലാമസിന് താഴെയായിട്ട് ഹൈപ്പോതലാമസ്. തലാമസ്, അതിന് താഴെ ഹൈപ്പോ എന്ന് പറയുമ്പോൾ എപ്പോഴും താഴെ കുറവ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ തലാമസിന് താഴെയായിട്ട് കാണപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ഏതാണ്? ഹൈപ്പോതലാമസ് ആണ് തലാമസിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗം. ദെൻ തലച്ചോറിന്റെ ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. തലച്ചോറിന്റെ ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഇതാണ് തലച്ചോറിന്റെ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ. ഇതിന് തന്നെ പ്രത്യേകം വേർതിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ സെറിബ്രം, ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. ദെൻ രണ്ടാമത്തത് സെറിബെല്ലം, രണ്ടാമത്തെ വലിയ ഭാഗമാണ് ഇത് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ അല്ലെ? ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സെറിബെല്ലമാണ്. പിന്നെ തലാമസ്, റിലേ സെന്റർ ഇൻ അവർ ബ്രെയിൻ. നമ്മുടെ തലച്ചോറിലെ, നമ്മുടെ ബ്രെയിനിലെ എന്താണ്? റിലേ സെന്റർ എന്നറിയപ്പെടുന്ന ഏതാണ്? തലാമസ് ആണ്. ഓക്കെ, തലാമസിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. എന്താണ്? ഹൈപ്പോതലാമസ്. ഒരു അന്തസ്രാവി ഗ്രന്ഥി കൂടിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇത് അല്ലെ? അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. അതേപോലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആര്? ഹൈപ്പോതലാമസ്. ഓക്സിറ്റോസിനും വാസോപ്രസിനും. ആരൊക്കെ? ഓക്സിറ്റോസിൻ, പിന്നെ വാസോപ്രസിൻ. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? യെസ്, ഹൈപ്പോതലാമസ് ആണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്, പല പരീക്ഷകളും പലരും തെറ്റിക്കുന്ന. ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണെങ്കിൽ അത് സംഭരിക്കപ്പെടുന്നതും അത് സ്രവിക്കുന്നതും പുറത്തേക്ക് വിടുന്നത്, ബ്ലഡിലേക്ക് കടത്തി വിടുന്നതും ആരാണ്? പീയൂഷ ഗ്രന്ഥിയാണ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഇത് ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. യെസ്, ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉൽപ്പാദിപ്പിക്കുന്നത് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമസ്. ദെൻ സ്റ്റോർഡ് ആൻഡ് സെക്രീറ്റഡ് ബൈ, സംഭരിക്കുന്നതും ദെൻ സ്രവിക്കുന്നതും ആരാണ്? പീയൂഷ ഗ്രന്ഥിയാണെന്നും ഓർമ്മിച്ചു വെക്കുക. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. യെസ്, അപ്പം തലാമസ്, അതിന് താഴെ ഹൈപ്പോതലാമസ്, പിന്നെ എന്താണ്? പിന്നെ ഏറ്റവും താഴെ എന്താണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയും. ഇതാണ് തലച്ചോറിന്റെ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക്
ആദ്യ ഭാഗത്തേക്ക് പോകാം. എന്താണ്? സെറിബ്രം. നമ്മുടെ മസ്തിഷ്കത്തിന്റെ, നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സെറിബ്രമാണ്. നമ്മുടെ മസ്തിഷ്കത്തിന്, നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഏത്? സെറിബ്രം എന്ന് പറയുന്നത്. ഈ പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ SCRT-യിലുള്ള പോയിന്റുകൾ മാത്രമാണ് ഇതിലേക്ക് എടുത്തു ചേർത്തിട്ടുള്ളത്. കാരണം ഈ പോയിന്റുകൾ വെച്ച് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ മാത്രമായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായിട്ട് ചോദിക്കും. അപ്പം ഈ പോയിന്റുകളൊക്കെ ഒന്നും അപ്രസക്തം എന്ന് പറയാൻ പറ്റുന്ന പോയിന്റുകളായിട്ട് എഴുതി തള്ളരുത്. നമ്മൾ കാണുമ്പോൾ ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. അപ്പൊ അതൊന്നും പലരും പഠിക്കാണ്ടങ്ങ് പോകും. അത് അങ്ങനെ തന്നെ പരീക്ഷ ചോദിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ പലരും എന്താ ചെയ്യുന്ന, ചോദ്യകർത്താക്കള് അപ്രസക്തമായിട്ടുള്ള ചില പോയിന്റുകൾ പോലും എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെന്റുകളായിട്ട് ഇടാൻ തുടങ്ങും. അതുകൊണ്ട് കൃത്യമായിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ പോയിന്റുകൾ മുഴുവൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഇത്? സെറിബ്രം. സെറിബ്രത്തിൽ ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടും. ചിത്രം കണ്ടത് ഓർമ്മയില്ലേ? യെസ്, ധാരാളം ചുളിവുകളും മടക്കുകളും എവിടെ കാണപ്പെടുന്നുണ്ട്? നമ്മുടെ സെറിബ്രത്തില് കാണപ്പെടുന്നുണ്ട്. ദെൻ സെറിബ്രത്തിന്റെ രണ്ട് ഭാഗങ്ങൾ. സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ കോർട്ടെക്സ് എന്നും അതേപോലെ തന്നെ വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നും പറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിവൃക്കാഗ്രന്ഥി, വൃക്കയുടെ മുകളിലുള്ള അതിവൃക്കാഗ്രന്ഥി, അഡ്രിനൽ ഗ്ലാൻഡ്. ഈ അതിവൃക്കാഗ്രന്ഥിക്കും ഇതേ വേർതിരിവുണ്ട്. അതിവൃക്കാഗ്രന്ഥിയുടെ പുറംഭാഗത്തെ കോർട്ടെക്സ് എന്നും ആന്തരഭാഗത്തെ മെഡുല എന്നും പറയും. ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും ആന്തരഭാഗത്തെ മെഡുല എന്നും പറയും. അതേപോലെ തന്നെ നമ്മുടെ സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറംഭാഗം കോർട്ടെക്സ്. കോർട്ടെക്സിന്റെ നിറം എന്താ? ചാരനിറം. ഓർമ്മിക്കണേ, ചാരനിറമുള്ള പുറംഭാഗം കോർട്ടെക്സ്. ദെൻ വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ എന്ത് വിളിക്കും? മെഡുല്ല എന്ന് പറയും. വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല. അപ്പൊ കോർട്ടെക്സും ഉണ്ട്, മെഡുല്ലയും ഉണ്ട്. സെറിബ്രത്തിന് കോർട്ടെക്സ്, മെഡുല്ല എന്നിങ്ങനെയുള്ള രണ്ട് ഭാഗങ്ങളുടെ ആ ഒരു വേർതിരിവ് പറഞ്ഞിരിക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ദെൻ ഇതിന്റെ ഒക്കെ കേന്ദ്രം എവിടെയാണ്? സെറിബ്രത്തിലാണ്. നമ്മുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഭാവന, ചിന്താശക്തി, വിവേചന ശക്തി, ഇതിന്റെ ഒക്കെ കേന്ദ്രം എവിടെയാണ്? നമ്മുടെ സെറിബ്രമാണ്. അല്ലെ? ഭാവനാശക്തി, ചിന്താശക്തി, അല്ലെ, ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഇതിന്റെ ഒക്കെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് സെറിബ്രത്തിലാണ്. അതേപോലെ തന്നെ ഇന്ദ്രിയാനുഭവങ്ങളെ അല്ലെ നമുക്ക് ഉളവാക്കാൻ സഹായിക്കുന്ന ആരാണ്? സെറിബ്രമാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയിട്ടുള്ള അല്ലെ പല ഇന്ദ്രിയാനുഭവങ്ങളും നമുക്ക് അനുഭവ വേദ്യമാക്കി തീർക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ഏതാണ്? സെറിബ്രം. ദെൻ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. വോളണ്ടറി ആക്ഷൻ. വോളണ്ടറി ആക്ഷൻ അഥവാ ഐച്ഛിക ചലനങ്ങൾ. ഐച്ഛികം മീൻസ് ഇച്ഛയോടുകൂടിയത്. നമ്മുടെ ഇച്ഛയോടുകൂടിയ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ഓക്കെ, അനൈച്ഛികം, ഐച്ഛികം. ഓക്കെ, ഐച്ഛികം മീൻസ് ഇച്ഛയോട് കൂടിയത്, അനൈച്ഛികം മീൻസ് എന്താണ്? നമ്മുടെ ഇച്ഛ അനുസരിച്ച് അല്ലാത്തത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. അപ്പൊ ഇതൊക്കെ സെറിബ്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് എന്ത്? സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നുണ്ട് സെറിബ്രത്തില്. ഓക്കെ, സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം കോർട്ടെക്സ്, ആന്തരഭാഗം മെഡുല്ല. പിന്നെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഭാവന, ചിന്താശക്തി, വിവേചന ശക്തി, ഇതിന്റെ ഒക്കെ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? സെറിബ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. നമുക്ക് ഓരോ ഇന്ദ്രിയാനുഭവങ്ങളെയും അനുഭവ വേദ്യമാക്കി തീർക്കാൻ സഹായിക്കുന്ന ആരാണ്? സെറിബ്രമാണ്. അല്ലെ? ഐച്ഛിക ചലനങ്ങളെ, ഇച്ഛയോടുകൂടിയ ചലനങ്ങളെ, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഏറ്റവും പ്രധാനപ്പെട്ടത് സെറിബ്രവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. നമ്മുടെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് എന്ത്? സെറിബ്രം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ വലിപ്പമേറിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ സെറിബെല്ലം. എന്ത് പേരിൽ അറിയപ്പെടും? ലിറ്റിൽ ബ്രെയിൻ. എന്താണ്? ലിറ്റിൽ ബ്രെയിൻ. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. ഓക്കെ, സെറിബ്രം കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സെറിബെല്ലമാണ്. ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ചോദ്യമാണ് മദ്യം. അല്ലെ? മദ്യം ശരീരത്തിന്റെ, തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് സ്വാധീനിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലത്തെയാണ് ബാധിക്കുന്നത്. എവിടെയാണ്? സെറിബെല്ലത്തെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പൊ മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. പിന്നെ സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്നു. സെറിബ്രത്തിന്റെ താഴെയായിട്ട് അല്ലെ, സെറിബ്രത്തിന്റെ താഴെയായിട്ട് രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്നു. ആര്? സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നു. ചുളിവുകളും ചാലുകളുമുണ്ട്.
അല്ലെ? ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേക്കെ. അവിടെ ചുളിവുകളും മടക്കുകളും ഉണ്ട് എന്ന് പറഞ്ഞു, ഇവിടെ ചുളിവുകളും ചാലുകളും. മനസ്സിലേക്ക് ആ ചിത്രം വരുന്നില്ലേ? യെസ്, ചുളിവുകളും ചാലുകളും ഉണ്ട്. ദെൻ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു. നമ്മുടെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ സഹായിക്കുന്ന ആരാണ്? സെറിബെല്ലമാണ്. അങ്ങനത്തെ 2 ചോദ്യമായിട്ട് ചോദിക്കട്ടെ. അത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ സെറിബെല്ലം. ശരീര തുലന നില പരിപാലിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലം. മദ്യം ബാധിക്കുന്നത് തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലം. പ്രധാനമായും ഏത് ഭാഗത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലം. സെറിബ്രത്തിന് താഴെ ഇതളുകളായി 2 ഭാഗങ്ങളിലായിട്ട് കാണപ്പെടുന്ന 2 ഇതളുകളായിട്ട് അല്ലെ, ഇതളുകളുടെ രൂപത്തിൽ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്നതാണ് എന്ത്? സെറിബെല്ലം. അപ്പൊ ഇത്രയും പോയിന്റ്സ് സെറിബെല്ലവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഇനി മറ്റൊരു ഭാഗമാണെന്ത്? തലാമസ്. എന്താണ്? തലാമസ്. റിലേ സെന്റർ ഇൻ അവർ ബ്രെയിൻ. നമ്മുടെ തലച്ചോറിലെ റിലേ സ്റ്റേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത്, റിലേ സെന്റർ അല്ലെങ്കിൽ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? തലാമസ് ആണ്. കാരണം എന്താ? ഈ തലാമസ് ആണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കടത്തിവിടുന്നത്. നമ്മുടെ തലച്ചോറിലേക്കുള്ള ആവേഗങ്ങളെ അല്ലെ സെറിബ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലാണല്ലേ ഇത് അറിയുക. നമ്മൾ പഠിച്ചില്ലേ? ഇതിന്റെയൊക്കെ കേന്ദ്ര സെറിബ്രത്തിലാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആവേഗങ്ങൾ തലച്ചോറിന്റെ സെറിബ്രത്തിലേക്ക് കടത്തിവിടുന്ന ഭാഗമാണ് ഏത്? തലാമസ്. തലാമസ് ആണ് ആ പണിയെടുക്കുന്നത്. അതുകൊണ്ട് റിലേ സെന്റർ അല്ലെങ്കിൽ റിലേ സ്റ്റേഷൻ ഇൻ അവർ ബ്രെയിൻ എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? തലാമസ് ആണ്. ഓക്കെ, സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ്. അതായത് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്ന വേദനയുടെ ആവേഗങ്ങൾ, എന്തിന്റെ ആവേഗങ്ങളായാലും ആ ആവേഗങ്ങൾ സെറിബ്രത്തിലേക്ക് കടത്തിവിടുന്നതും അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്കും അതിന്റെ പുനഃപ്രസരണ കേന്ദ്രമായിട്ട് അല്ലെ, റിലേ സ്റ്റേഷൻ ആയിട്ട്, റിലേ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? തലാമസ് ആണ്. അപ്പോൾ ഉറക്ക സമയത്ത് നമ്മൾ പല കാര്യങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ഉറക്ക സമയങ്ങളിൽ തലാമസ് എന്ത് ചെയ്യുന്നില്ല? യെസ്, സെറിബ്രത്തിലേക്ക് ഇത്തരം ആവേഗങ്ങളെ കടത്തിവിടാത്തത് കൊണ്ടാണ്. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഉറക്ക സമയത്ത് ഉറക്ക സമയത്ത് സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് ആരാ? തലാമസ് ആണ്. അപ്പം തടയേണ്ട സമയത്ത് തടയുകയും കടത്തിവിടുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് റിലേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തലാമസ്. ഓക്കെ, സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് ഏത്? തലാമസ്. ദെൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കും. ഇതാണ് ഞാൻ തൊട്ടു മുമ്പേ പറഞ്ഞത്. ഓക്കെ, തലച്ചോറിലേക്ക് എത്തുന്ന ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ തലച്ചോറിലേക്ക് എത്തുന്ന പലവിധ ആവേഗങ്ങൾ മീൻസ് ഇമ്പൾസസ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു സെൻസ് അല്ലെ, ഓർഗൻസ് മുഖേനയുള്ള പല കാര്യങ്ങളും നമ്മൾ സ്പർശത്തിലൂടെയോ അല്ലെ അങ്ങനെ പല രീതിയിൽ അറിയുന്ന കാര്യങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ ആവേഗങ്ങളെ നമ്മുടെ സെറിബ്രത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഇതിലൂടെയാണ്? തലാമസിലൂടെയാണ്. തലാമസ് ആണ് ഇതിനെ കടത്തിവിടുന്നത്. ഓക്കെ, യെസ്. അപ്പം റിലേ സ്റ്റേഷൻ ഇൻ അവർ ബ്രെയിൻ ഏതാണ്? തലാമസ് ആണെന്ന് ഓർമ്മിക്കുക. ഇനി തലാമസിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോ എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും കുറവ്, താഴെ എന്നൊക്കെയുള്ള മീനിങ് ആണ് ഓർമ്മിക്കേണ്ടത്. തലാമസിന്റെ താഴെയാണെന്ത്? ഹൈപ്പോതലാമസ് അല്ലെ, നമ്മുടെ ശരീരത്തിലെ ഏക ന്യൂറോക്രൈൻ ഗ്ലാൻഡ് ആണ്. ന്യൂറോക്രൈൻ, തലച്ചോറ്, ന്യൂറോളജി. ഓക്കെ, യെസ്, ന്യൂറോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഗ്രന്ഥികൾ നമ്മൾ അതിന്റെ എന്താണ് ഹോർമോൺ സ്രവിക്കല് അല്ലെ, അതിന്റെ എന്താണ് അതെന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നത്, എങ്ങനെ പുറത്തുവിടുന്നു എന്നുള്ളതിനനുസരിച്ച് നമ്മൾ 2ആയിട്ട് തിരിക്കാറുണ്ട്. അന്തസ്രാവി ഗ്രന്ഥി, ബഹിർസ്രാവി ഗ്രന്ഥി അല്ലെ. അന്തർഭാഗത്തേക്ക് സ്രവിക്കുന്നത് നാളീരഹിത ഗ്രന്ഥികൾ എന്ന് പറയും. നാളികളില്ലാതെ, ഡക്റ്റുകളില്ലാതെ അവ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളെ നേരിട്ട് രക്തത്തിലേക്ക് കലർത്തുക, അതാണ് എന്ത്? അന്തസ്രാവി ഗ്രന്ഥികൾ. ബഹിർസ്രാവി ഗ്രന്ഥികൾ എന്ന് പറഞ്ഞാൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളെ നാളികളിലൂടെ പുറത്തേക്ക് വിടുക. പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പുറത്തേക്ക് എന്നല്ല, അത് എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ നിന്ന് പുറത്തേക്ക് പല ഭാഗങ്ങളിലേക്ക്. അതാണെന്ത്? ബഹിർസ്രാവി ഗ്രന്ഥികൾ. അപ്പം ശരീരത്തിലെ ഒരു അന്തസ്രാവി ഗ്രന്ഥിയായി കൂടെ കണക്കാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഏത്? ഹൈപ്പോതലാമസ്. കാരണം അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു രക്തത്തിലേക്ക് നാളിരഹിത ഗ്രന്ഥിയാണ്. രക്തത്തിലേക്ക് നാളികൾ ഇല്ലാതെ സ്രവിക്കുക, അതായത് അത്തരം സ്രവങ്ങളെയാണ് നമ്മൾ ഹോർമോണുകൾ എന്ന് വിളിക്കുക. അപ്പൊ ഹൈപ്പോതലാമസ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ സ്രവിക്കുന്നുണ്ട് അല്ലെ, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? യെസ്, ഹൈപ്പോതലാമസ് ആണ്. ആ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനും പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ
പീയൂഷ ഗ്രന്ഥിയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ആ പീയൂഷ ഗ്രന്ഥി എന്ത് ചെയ്യുന്നു? ഇത് പുറത്തേക്ക് സ്രവിക്കുന്നു. അപ്പം പ്രത്യേകം ഓർമ്മിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉൽപ്പാദിപ്പിക്കുന്നത് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമസ്, ദെൻ സ്റ്റോർഡ് ബൈ ആൻഡ് സെക്രീറ്റഡ് ബൈ എന്ന് ചോദിച്ചാൽ ഉത്തരം യെസ്, പീയൂഷ ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് ഓർമ്മിക്കുക. ഓക്സിറ്റോസിൻ, പിന്നെ വാസോപ്രസിൻ അഥവാ ADH എന്ന് പറയും. ഈ രണ്ട് ഹോർമോണുകൾ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഹൈപ്പോതലാമസ് ആണെന്ന് ഓർമ്മിക്കുക. അപ്പൊ തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഇതാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്നു. ഓക്കെ, ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഇത്? ഹൈപ്പോതലാമസ്. ഓക്കെ, അപ്പൊ അത് വളരെ പ്രധാന ചോദ്യമാണ്, പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഹൈപ്പോതലാമസ് തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്നു. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. പിന്നെ പരീക്ഷ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ദാഹം, വിശപ്പ്, പിന്നെ ലൈംഗികാസക്തി. ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ഇതിന്റെ ഒക്കെ കേന്ദ്രം എവിടെയാണ്? ഹൈപ്പോതലാമസിലാണ്. ദാഹത്തിന്റെ, വിശപ്പിന്റെ, സുഖദുഃഖങ്ങളുടെ, അതിന്റെയൊക്കെ ഫീലിങ്സ് അനുഭവിക്കുന്നത് ഹൈപ്പോതലാമസിലൂടെയാണ്. ലൈംഗികാസക്തി, സെക്ഷൽ ഡിസയർ, ഇതൊക്കെ എവിടെയാണ്? ഹൈപ്പോതലാമസ് ആണ് ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പം ഈ ഓക്സിറ്റോസിന് കേട്ടില്ലേ നിങ്ങൾ? ഓക്സിറ്റോസിൻ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്നല്ലേ? ഈ ഓക്സിറ്റോസിൻ ആണോ ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്നത്? ഓക്കെ, ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. പ്രണയ ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. ആലിംഗന ഹോർമോൺ, പ്രണയ ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഹോർമോൺ ആണ് ഏത്? ഓക്സിറ്റോസിൻ. ഓക്കെ, ദാഹം, വിശപ്പ്, ലൈംഗികാസക്തി ഇതിനൊക്കെ നിയന്ത്രിക്കുന്നു. അതേപോലെ തന്നെ ശരീര താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. അത് SCRT അവിടെ കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ, വളരെ പ്രധാനപ്പെട്ടതാണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ശരീര താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഇത്? ഹൈപ്പോതലാമസ്. ശരീര താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നു. ദാഹം, വിശപ്പ്, ലൈംഗികാസക്തി ഇവയുടെ ഒക്കെ കേന്ദ്രം എവിടെയാണ്? ഹൈപ്പോതലാമസ് ആണ്. തലാമസിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അത് സംഭരിക്കപ്പെടുന്നതും സെക്രീറ്റ് ചെയ്യപ്പെടുന്നതും പീയൂഷ ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലൂടെയാണെന്ന് ഓർത്തു വെക്കുക. ദെൻ തലച്ചോറിന്റെ ഏറ്റവും അവസാനത്തെ താഴെയുള്ള ഭാഗം അല്ലെ, നമ്മുടെ ഏറ്റവും പിറകിലായിട്ട് താഴെയുള്ള ഭാഗമാണെന്ത്? മെഡുല്ല ഒബ്ലാങ്കറ്റ എന്ന് പറയുന്നത്. മെഡുല്ല ഒബ്ലാങ്കറ്റയ്ക്ക് ഒരു അടി കിട്ടി, ഞങ്ങൾ തമാശയ്ക്ക് ആരെ അടിക്കുന്ന സമയത്ത് അത് ആ ഒബ്ലാങ്കറ്റയ്ക്കാ കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. അത്രയും എന്താണ് മരണ സാധ്യതയുള്ളൊരു ഭാഗമാണെന്ത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണെന്ത്? മെഡുല്ല ഒബ്ലാങ്കറ്റ. അപ്പൊ തലച്ചോറിന്റെ ഏറ്റവും താഴത്തെ ഭാഗമാണെന്ത്? മെഡുല്ല ഒബ്ലാങ്കറ്റ. നമ്മൾ സെറിബ്രത്തിന്റെ ആന്തരഭാഗവും ബാഹ്യഭാഗവും പഠിച്ചിട്ടുണ്ട്. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം കോർട്ടെക്സ്, ആന്തരഭാഗം മെഡുല്ല, അത് മെഡുല്ല. ഇത് മെഡുല്ല ഒബ്ലാങ്കറ്റ. തലച്ചോറിന്റെ മറ്റൊരു ഭാഗമാണ്. ഏറ്റവും താഴെയുള്ള ഭാഗമാണെന്ത്? മെഡുല്ല ഒബ്ലാങ്കറ്റ. അപ്പൊ സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഓർമ്മിച്ച് വെച്ചേ, സെറിബ്രത്തിന് ചുവടെയായിട്ട് സെറിബെല്ലത്തോട് ചേർന്നിട്ട് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? മെഡുല്ല ഒബ്ലാങ്കറ്റ. ഓക്കെ, ദെൻ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അടി കിട്ടിയാൽ ചിലപ്പോൾ അങ്ങ് വടിയാകുന്നത്. ഓക്കെ, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം അല്ലെ, ഛർദി, ചുമ, തുമ്മല് ഇങ്ങനെയുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ, നമ്മുടെ ഇച്ഛ അനുസരിച്ചല്ലാതെ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാ? ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കറ്റയാണ്. അപ്പൊ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രവും അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കറ്റയുമാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഏത്? മെഡുല്ല ഒബ്ലാങ്കറ്റ. അപ്പൊ ഇത് തലച്ചോറിന്റെ ഏറ്റവും പ്രധാന ഭാഗങ്ങളെ കുറിച്ചുള്ളതാണ്. SCRT പറഞ്ഞ ആ ഒരു ബോക്സിൽ നിന്നുള്ള കണ്ടന്റ് പ്ലസ് ഞാൻ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ഒരു ഏരിയയാണ്. ഇഷ്ടംപോലെ പരീക്ഷകളിൽ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു മാർക്കം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത്. തലച്ചോറിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എന്താ വിളിച്ചത്? എൻസെഫലോളജി എന്നായിരുന്നു വിളിച്ചത്. തലച്ചോറിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുണ്ട് എന്താണ്? മെനിഞ്ചസ്. എന്താണ്? മെനിഞ്ചസ് ആണ്. തലച്ചോറിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണമാണ് പെരികാർഡിയം. ശ്വാസകോശം, ലങ്സിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണമാണ് പ്ലൂര. ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണേ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം പ്ലൂര. ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്നത് പെരികാർഡിയം. കാർഡിയോ ഹൃദയം, പെരികാർഡിയം. ഓക്കെ, തലച്ചോറിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലമാണ്
എന്ത് മെനിഞ്ചസ്. എന്താണ് മെനിഞ്ചസ്? എന്താണ് മെനിഞ്ചസ് ആണ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും? ഒരു വാക്കിന്റെ അവസാനം ഐറ്റിസ് എന്ന് വന്നാൽ ഇൻഫ്ലമേഷൻ ആണ്, അണുബാധയാണ്, രോഗാണുബാധയാണ്. അപ്പൊ മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ മെനിഞ്ചസിനെയാണ്. പരീക്ഷയിൽ മെനിഞ്ചസ് എന്നാണോ ഉണ്ടാവുക? തലച്ചോറ് എന്നായിരിക്കും. അപ്പൊ മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്ന അവയവം തലച്ചോറ്. ഇനി വേണമെങ്കിൽ എൻസെഫലൈറ്റിസ് ചോദിക്കാം. എൻസെഫലോളജി തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എൻസെഫലൈറ്റിസ് ബാധിക്കുന്ന അവയവം തലച്ചോറ്. മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ് ഇതൊക്കെ എന്തിനുള്ള അണുബാധയാണ്? തലച്ചോറിനുള്ള, ബ്രെയിനുള്ള അണുബാധയാണെന്ത്? എൻസെഫലൈറ്റിസ്. അതേപോലെ മെനിഞ്ചസിന് ഉണ്ടാകുന്ന അണുബാധയാണെന്ത്? മെനിഞ്ചൈറ്റിസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഒരു ഇയർ എൻഡിങ് ചലഞ്ച് എന്നുള്ള രീതിയിൽ ഇനി പുതുവർഷത്തെ സ്വാഗതം ചെയ്യാൻ നല്ലൊരു പഠന രീതിയുമായി വളരെ ആവേശത്തോടെ അടുത്ത വർഷം മുന്നോട്ട് പോകാൻ, അടുത്ത വർഷം ഒരു ജോലി കിട്ടുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളുടെ പഠനത്തെ എത്തിക്കാൻ, അത് എത്തിച്ച് നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടി ജോലിയിലേക്ക് കയറാൻ ഇതൊരു തുടക്കമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, ബൈ.